ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. അച്ഛനെ പോലല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി നീ അങ്ങനെ പറയരുത്. അയാള് നിന്റെ ഭർത്താവാ. നീ വാ, എഴുന്നേക്കടി. ഇന്ന് നിങ്ങൾ ജോലിക്ക് പോകണ്ട. നിങ്ങൾ രണ്ടാളും ടൗണിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ടുവരും. അപ്പോഴേക്കും ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇന്ന് 2-3 ലോഡ് കയറി പോണ്ട ദിവസമാ. ഓ, അവിടെ വേറെ എത്രയോ പണിക്കാരുണ്ടല്ലോ. നിങ്ങൾ ഒരു ദിവസം പണിക്ക് പോയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? എത്ര നാള് ജോലി കളഞ്ഞ് നടന്നു. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയില്ലേ? ഇന്നെന്തായാലും പോണ്ട. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരൂ. അങ്ങനെ അതും സംഭവിച്ചു അല്ലേ? ഭരതനെ വല്ലാത്ത നെഞ്ചു നീറ്റില്ല. അത് വേണ്ടായിരുന്നു. നീല മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കുട്ടിക്ക് അവൻ്റെ മനസ്സിലെ സ്ഥാനം എന്താണെന്ന്? പിന്നെ അവൻ എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എൻ്റെ കാര്യം എന്താ ചിന്തിക്കാത്തത്? പുകഞ്ഞു നടക്കാൻ എനിക്കിനി വയ്യ. അല്ലെങ്കിൽ വഴിയാതാരാവുമായിരുന്നില്ലേ ഞങ്ങള്? കരയുന്നില്ലാന്ന് വെച്ച് മറിച്ച് ചിന്തിക്കരുത്. കരയാത്തോരാ ഏറ്റവും കൂടുതൽ കരയണത്. പുറത്തേക്കല്ലാന്ന് മാത്രം, അകത്തേക്കാ. അത് ഞാൻ ഒന്ന് നിരീച്ച് പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. കാളിമുത്തി ഉണ്ടാവും എനിക്കൊപ്പം, അതെനിക്കുറപ്പാ.